അമ്മേ സർ, സാർ സങ്കടപ്പെടണ്ട. അമ്മയെ നമുക്ക് രക്ഷിക്കാം, രക്ഷപ്പെടുത്താം സർ. ഈ ചക്രത്തിനുള്ളിൽ നിന്ന് ഗായത്രി ദേവിയെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന പറയുന്നേ? എന്റെ മാന്ത്രിക പ്രയോഗത്തിൽ നിന്നും ഈ ആത്മാവിനെ ആരാ രക്ഷിക്കാൻ പോകുന്നത്? ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, അതോടെ കർമ്മം പൂർത്തിയാവും. അമ്മം കെട്ട് താഴെ വീഴും. അത് വീണ് ഗായത്രിയുടെ ആത്മാവ് വായുവിൽ ലയിക്കും. പാർവതി, നീ എന്താ ഈ ചിന്തിച്ച് നിൽക്കുന്നേ? അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കും പാർവതി, പ്ലീസ്. എങ്ങനെയെങ്കിലും അമ്മയെ ഒന്ന് രക്ഷിക്കണം. നമുക്ക് രക്ഷിക്കാം സർ. നീ എങ്ങനെ ഗായത്രി ദേവിയെ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. മണിക്കുട്ടാ, 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 മണിക്കുട്ടാ. ആ തത്ത വന്നിട്ട് എന്ത് ചെയ്യാനാ? അവന് ദൈവമേ രക്ഷിക്കാനാവും. പാർവതി, എന്താ ഇത്? കണ്ടില്ലേ മണിക്കുട്ട, ദൈവമേ രക്ഷിക്കണം. മണിക്കുട്ട, എന്നെ രക്ഷിക്കണം. ദൈവമേ രക്ഷിക്കാൻ ഒരു വഴി ഉദയന്നൂരമ്മ കാണിച്ചു തരും. പാർവതി, ഞാൻ ഇപ്പോ വരാം. അയ്യോ, ഉദയന്നൂരമ്മേ, ദൈവമേ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ഒരു വഴി കാണിച്ചു തരണേ.
രക്ഷപ്പെട്ടു. പാർവതി, ആ മണിക്കൂട്ടൻ പറഞ്ഞത് ശരിയാണോ? അമ്മ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു സർ. അമ്മ രക്ഷപ്പെട്ടു. ദൈവമ്മയ്ക്ക് അപകടമൊന്നും പറ്റിയില്ല. പാർവതി, അമ്മ ഇപ്പോഴും ആ ചക്രത്തിനുള്ളിലാണോ? ആ ആണ് സർ. അമ്മേ, അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട. അമ്മ അവിടെ നിന്ന് മാറിക്കോ. അമ്മേ, അവിടെ നിൽക്കുന്നത് ആപത്താ, ഒന്ന് മാറിക്കോ. ദൈവമേ, അമ്മ ഇനി പൊയ്ക്കോ. മോളെ, അമ്മ പോവാ. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. അമ്മ പോയി വിശാൽ സർ. അമ്മ പോയോ? ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നിങ്ങളുടെ കുടുംബത്തിൽ സന്താന യോഗം ഉണ്ടാകാൻ വേണ്ടിയാ ഞാൻ ഈ പൂജ നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അരുതാത്തതൊക്കെ സംഭവിച്ചു പോയി. സാരമില്ല, പൂജ നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി നടത്താം. വാ. ഗായത്രി രക്ഷപ്പെട്ടെങ്കിലും സ്വത്ത് എനിക്ക് കിട്ടിയല്ലോ. ഗായത്രി പിന്നീട് ബന്ധിക്കാം. അമ്മ, എല്ലാം എല്ലാം എന്റെ കൈവിട്ട് പോയി. എന്റെ മുന്നിൽ വേറെ ഒരു വഴിയില്ലായിരുന്നു. എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അമ്മയും നിശാൽ സാറിനെ രക്ഷിക്കാൻ വേണ്ടി വേറൊരു മാർഗവും ഞാനിവിടെ കണ്ടില്ല അമ്മ. അതുകൊണ്ടാ ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവനും ഞാൻ പ്രഭാവതിയമ്മയുടെ പേരിൽ എഴുതി കൊടുത്തത്. ഇത്രയും വലിയ ചതി ഒരുക്കിയിട്ടാ പ്രഭാവതി അമ്മ എന്നെ ആത്മാനന്ദ സ്വാമികളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയതെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. ഇപ്പോ ഞാൻ കാരണം നിശാൽ സാറ് വെറും കൈയോടെ നിൽക്കേണ്ട സ്ഥിതിയായി. ഞാനിതൊക്കെ എങ്ങനെ എങ്ങനെ സാറിനോട് പറയും? എനിക്ക് അറിയില്ല അമ്മ. എനിക്ക് അമ്മയോട് മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല. അമ്മയുടെ മകനെയും ഈ കുടുംബത്തെയും ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുമെന്ന് ഞാൻ അമ്മയ്ക്ക് തന്ന വാക്ക് അത് അത് പാഴായിപ്പോയമ്മ. രക്ഷിക്കാൻ വന്ന ഞാൻ കാരണം ഇപ്പോ എല്ലാം എല്ലാം നശിച്ചു. എല്ലാം കൈവിട്ടു പോയി. അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാനാവോന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ മാപ്പ് ചോദിക്കോ? മാപ്പ്.
പാർവതി പാർവതി എന്താ ഇത്? പാർവതി നീ എന്തിനാ കരയുന്നേ? എന്താടോ ഇത്? പൂജ മുടങ്ങിയതിനാണോ താൻ ഇങ്ങനെ കരയുന്നേ? എടോ അതൊന്നും സാരമില്ലടോ. തടസ്സപ്പെട്ട പൂജ നമുക്കേ മറ്റൊരു ദിവസം നടത്താം. എടോ പൂജ നടത്തിയ പോരെ? താനേ സമാധാനായിട്ടിരിക്ക, കരയാതിരിക്കെ പാർവതി. താൻ കരയല്ലേ? സംഭവിച്ച യാഥാർത്ഥ്യങ്ങൾ ഞാൻ എങ്ങനെ വിശാൽ സാറിനോട് പറയും? സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ചില്ലി കാശ് പോലും ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് സാറിന് അറിയില്ലല്ലോ. അത് എങ്ങനെ ഞാൻ അറിയിക്കും? വിശാൽ സാറിന് സ്വന്തം അമ്മയോടുള്ള സ്നേഹത്തെ മുതലെടുത്ത് പ്രഭാവതി അമ്മ എല്ലാം അപഹരിച്ചുവെന്ന് ഞാൻ എങ്ങനെ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തും? പാർവതി, പൂജ വീണ്ടും നടത്താന്ന് ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ പാർവതി, ദേവമ്മ പഴയതുപോലെ സ്വതന്ത്രയാണ് സർ. സാറ് സമാധാനായിരിക്കും. നിങ്ങളുടെ സഹോദരനെയും ജാസ്മിനെയും എനിക്കിവിടുന്ന് പുറത്താക്കാൻ കഴിയും. നിങ്ങളെയും എനിക്കിവിടുന്ന് നിഷ്പ്രയാസം പുറത്താക്കാനാവും. അതുകൊണ്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. 3 ദിവസം അതിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു ആ പാർവതി എന്നോട് നടത്തിയത്. പുതിയന്നൂർ അമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെ ഉണ്ടെങ്കിൽ എന്തും നേടിയെടുക്കാമെന്നായിരുന്നല്ലോ അവളുടെ അഹങ്കാരം. ഇപ്പോ ആ അനുഗ്രഹവും ശക്തിയും ഒക്കെ എവിടെ പോയി? ഗായത്രിയുടെ ആത്മാവിനെ ബന്ധിക്കുമെന്നായപ്പോ അവള് താനേ താഴെ വീണു. അവളെ കീഴ്പ്പെടുത്താനുള്ള ബ്രഹ്മാസ്ത്രം അത് മാത്രമാണെന്ന് ഈ പ്രഭാവതിക്ക് അറിയാമായിരുന്നു. ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാനാ പ്രഭാവതി ഇവിടുത്തെ മരുമകളായിട്ട് കേറിക്കൂടിയത്. ആ പ്രഭാവതി അത് നേടാതെ ഇവിടുന്ന് പരാജയപ്പെട്ടു പോകുമെന്ന് അവള് കരുതിയോ? എന്തായാലും എന്റെ ആഗ്രഹവും വാശിയും ഞാൻ സാധിച്ചു. സ്വത്തും കിട്ടി. ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ റിയ, ഈ ദിവസം അല്ലാതെ പിന്നെ ഏത് ദിവസം മോളെ ഞാൻ സന്തോഷിക്കേണ്ടത്? ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസമാ. അർമാദിക്കേണ്ട ദിവസം.
എന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തി. ഹും. ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഞാൻ നേടിയെടുത്തു. സന്തോഷിച്ചോ സന്തോഷിച്ചോ. പക്ഷേ ഈ ചിരിയൊന്നും അധിക നാളീ മുഖത്ത് കാണില്ല. ഇപ്പൊ കൈ കിട്ടിയെന്ന് കരുതി അഹങ്കരിക്കുന്ന ഈ സ്വത്തുക്കളൊക്കെ ഞാൻ കൈവശപ്പെടുത്തുമ്പോ അന്നേരം കരയാനുള്ളതാണല്ലോ. ഇപ്പൊ ചിരിച്ചോ ചിരിച്ചോ ചിരിച്ചോ. നീ എന്താ മോളെ ആലോചിക്കുന്നേ? ഏയ് നമ്മുടെ പ്ലാൻ ഗംഭീരായിട്ട് വർക്കൗട്ട് ആയല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അല്ല ആന്റി, സ്വത്തുക്കളെല്ലാം ഇപ്പോ ആന്റിയുടെ പേർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രാജ്യവും രാജഭരണവും നഷ്ടപ്പെട്ട രാജകുമാരനും രാജകുമാരിയും ഇനി എന്ത് ചെയ്യും? രാജകുമാരന് വേണമെങ്കിൽ ഒരു അടിയാളനെ പോലെ ഇവിടെ കഴിയാൻ അനുവദിക്കാം, അല്ലേ? പക്ഷേ ഈ രാജകുമാരിയോ, അവളെ എന്ത് ചെയ്യും? എന്താ ആന്റിയുടെ മനസ്സിലെ ഉദ്ദേശം? മോളെ, നാളെ നേരെ ഒന്ന് വിളിത്തോട്ടെ. ഇവിടെ ചില രംഗങ്ങളൊക്കെ അരങ്ങേറും. നിനക്കത് കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാം. പല്ലവി, നീ എന്തായി ചെയ്തത്? പല്ലവി, നീ എന്താണ് ചെയ്തതെന്ന്? ഞാൻ എന്ത് ചെയ്തു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കേ ഒന്നും മനസ്സിലാവില്ല. ഞാൻ മനസ്സിലാക്കി. പക്ഷെ നീ എന്നെ ചതിച്ചു. അവര് തിരഞ്ഞു നടന്ന ആ ഡോക്യുമെന്റ്സ് ഒരു പ്രയാസവും കൂടാതെ നീ അവരുടെ കയ്യിൽ എടുത്തു കൊടുത്തു. എന്തിനു വേണ്ടി നീ അത് ചെയ്തു? പറയടി. ഞാൻ പ്രഭാവതി അമ്മയുടെ കയ്യിലത് കൊടുത്തതുകൊണ്ട് എന്താ കുഴപ്പം ഉണ്ടാവാൻ പോകുന്നേ? ഉണ്ടാവാൻ പോകുന്നതല്ല, ഉണ്ടായി. എന്തുണ്ടായിന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെല്ലാം അധികം വൈകാതെ തന്നെ മനസ്സിലാവും. നീ ചെയ്ത പ്രവൃത്തിയുടെ ദോഷം എന്താന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്ത് ലാഭത്തിന് വേണ്ടിയാ നീ അതെടുത്ത് അവർക്ക് കൊടുത്തത്? എന്ത് ലാഭം? ഒരു ലാഭവും ഇല്ല. ആ ഡോക്യുമെന്റ് വേണമെന്ന് പ്രഭാവതി അമ്മ പറഞ്ഞപ്പോ ഒന്നും ചിന്തിക്കാതെ ഞാനത് എടുത്തു കൊടുത്തു. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞോ? അതിത്ര വലിയ സംഗതിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. ആരും ആ ഡോക്യുമെന്റ് എടുക്കാൻ പാടില്ലായിരുന്നെങ്കിൽ നീ അത് അലമാരയിൽ വെച്ച് പൂട്ടണമായിരുന്നു. ഇങ്ങനെ പബ്ലിക്കായി എടുത്തു വെച്ചാ അതിനെന്തെങ്കിലും പ്രാധാന്യം ഉള്ളതായി ആർക്കെങ്കിലും തോന്നുമോ? ആർക്കും അങ്ങനെ തോന്നില്ല. എനിക്കും അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ട് എടുത്തു കൊടുത്തു. നീയായിട്ട് കുനിഷ്ടുണ്ടാക്കി വെച്ചിട്ട് എന്റെ മെക്കിട്ട് കയറിയിട്ട് എന്ത് കാര്യം? എടി, ഇവിടെ സ്വത്തിന്റെ പേരിൽ നടക്കുന്ന പൊല്ലാപ്പൊക്കെ നിനക്കറിയാലോ. എന്നിട്ടും നിനക്കതിന്റെ പ്രാധാന്യം അറിഞ്ഞൂടെന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കണോ? വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അല്ലാതെ ഞാനെന്ത് പറയാനാ? പ്രഭാവതി അമ്മ ചോദിച്ചു, ഞാൻ എടുത്തു കൊടുത്തു. അതിന്റെ പേരില് നിനക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം.
ഉപദ്രവിക്കത്തില്ല.